ఈరోజు మనము ఎథిక్స్ గురించి చెప్పుకుంటున్నారు. ఎథిక్స్ అంటే ఏంటి? నమ్ చేసేలో పనిలో రైట్ ని రైట్ అని అంటారు, రాంగ్ ని రాంగ్ అని అంటారు. అదే ఎథిక్స్. మేడం సర్ప్రైజ్. ఫర్ ఎగ్జాంపుల్ ఎక్సైట్మెంట్. ఒక రోడ్డు మీద ఒక బిచ్చగాడు బిచ్చం అడుగుతుంటే ఒకరు పాపమని బిచ్చం వేస్తారు, ఇంకా ఒకరు బాగానే ఉంటారు కదా, పని చేసుకోవచ్చు కదా అని ఉంటారు. మేడం డిస్కస్డ్. అండ్ కట్. എക്സ്ക്യൂസ് മീ, അനുഭവൽ ഞാനിപ്പോൾ നിങ്ങൾ സീൻ കണ്ടിരുന്നു, നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മാഡത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഇല്ലാണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വലിച്ചിടാം, ഒരു ഫീൽ, ഒരു വെയിറ്റ് ഇല്ല. ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ്. വെറുതെ അല്ല, അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം. പിന്നെ ആ വിഡ്ഢിയായിട്ടുള്ള ഡയറക്ടർ പുച്ഛം എന്ന് പറഞ്ഞപ്പോൾ വൃത്തിയായിട്ട ഒരു പുച്ഛം. ഇതൊക്കെ എങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് സഹായിக்கலாம் വിചാരിച്ച് പറഞ്ഞതാ. Who the hell are you? കോംപ്ലക്സ് ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ട് പറഞ്ഞ ബാല. പാലോ തൈരോ ഇപ്പൊ തൻ്റെ അടുത്ത് ആരോ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല, അത് കണ്ടുകഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കയറി കുറ്റം പറയാം. അടിപൊളി. ഇത് തന്നെയാണ് എൻ്റെ ഉമ്മയും പറയാറുള്ളത്. ഒരു കാര്യമില്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ കയറി അഭിപ്രായം പറയാറ്. പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാണ് കേട്ടോ, ബിക്കോസ് ഞാനൊരു ആക്ടിങ് കോച്ചാണ്. താനാണോ ഡേവിഡിന്റെ ആക്ടിങ് കോച്ച്? എങ്ങനെ മനസ്സിലായി ഞങ്ങൾ പരമരഹസ്യമായി വെച്ചിരിക്കുന്ന സത്യം? ഞാൻ ചിലരെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. കുറ്റമാണ് കഴിഞ്ഞോ? ഇറ്റ്സ് ഓക്കേ, ബൈ. സാരമില്ല, പറഞ്ഞേക്ക്. എന്താ എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാല്ലേ ആക്ടിങ് കോച്ച്? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാം. മരത്തിനെ കണ്ടാൽ തന്നെ അറിയാം, മരത്തിൻ്റെ ജീവിതത്തിലോ ശരീരത്തിലോ ഇന്നവരെ അഴുക്കോ ചെളിയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം. ഫോർ എക്സാമ്പിൾ, അയ്യേ ആ പിള്ളേർ വയറ് നമ്മളുടെ റിയാക്ഷൻ, അതിന് പകരം ഈ റിയാക്ഷൻ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായ ബാല ആക്ടിങ് കോച്ച്. അയ്യോ, ഇതെന്തു പറ്റി? ഒന്നുമില്ല, ചെറിയൊരു പരിക്ക്. ഹോസ്പിറ്റലിൽ പോണ്ടേ? ഹോസ്പിറ്റലൊന്നും പോകണ്ട, പെയിൻ കില്ലർ അടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയാൽ ഷൂട്ട് തുടങ്ങും. ആണോ? അല്ല, എൻ്റെ പെർഫോമൻസ് കണ്ടില്ലല്ലോ. എവിടെയായിരുന്നു? ഞാൻ കണ്ടിട്ടാ പോയത്. എന്നിട്ട് എവിടെ പോയി? അപ്പുറത്തെ തെലുങ്കോടത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ നടിയില്ലേ അനുഭവ, അവരുണ്ട് അവിടെ. നല്ല രസമുണ്ട് കേട്ടാ. അവളുണ്ടോ അവിടെ? ആ ഉണ്ട്, അവിടെ ഉണ്ട്. മരച്ചോട്ട് സാരി കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. ഓ, നല്ല വർക്കുണ്ടല്ലോ, നോക്കണ്ട ഇതൊക്കെ. ശരി, ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയേ. അവിടെ കൂട്ടും കൂടി നിൽക്കണ്ടെന്ന് പറയേ. ഇന്ദ്രൻ ചേട്ടൻ ഫാമിലി അവിടെ നിന്ന് വളർത്തണമെന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവിക ആ ടൈം ഒറ്റക്ക് പോകുന്നു. അവിടെ അതിലൊരു സഞ്ചി ഉണ്ട്, ആ സഞ്ചിയിലേക്ക് തീവ്രവാദി മുന്നോട്ട് പോകുമ്പോൾ പ്ലാൻ ചെയ്യും. സഞ്ചിയിലോട്ട് വെക്കുന്ന സമയത്ത് ടൈറ്റ് റേഞ്ചിലോട്ട് പോയിട്ട് അവിടെ കട്ട് ചെയ്താൽ പറയാം. പ്ലാസ്റ്റിക്കിന് മാസ്റ്റർ നോക്കിക്കോളൂ. മാസ്റ്റർ നോക്കിക്കോളും. ഡേവിഡ് സാറ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് പഠിച്ചോണ്ടിരിക്കുക. നന്നായതല്ല, നന്നാക്കിയതാ. പൊളിച്ച്. അതൊക്കെയാണ് അത്. പക്ഷേ സങ്കടം കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് വരണം. വെച്ചാൽ അത് ഉള്ളിൽ നിന്ന് വരണം, നമ്മൾ ഇവോക്ക് ചെയ്യണം. ഇയാൾ കുറേ നേരം തിയറി പറയുന്നു. ഒന്ന് ചെയ്ത് കാണിച്ചേ, ഞാൻ അതുപോലെ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ആവായിക്കണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും. എത്ര മിനിറ്റ് എടുക്കും? മിനിറ്റ് അങ്ങനെ പക്ഷേ കാണിച്ചു കൊടുക്ക്. ഒന്ന് കാണിക്കുന്നത് നിങ്ങൾ എന്താ കാണിക്കണത്? ഒരു പ്രാവശ്യം കാണിക്കാം, പിന്നെ ചെയ്യാൻ പറയരുത്, ഒറ്റ പ്രാവശ്യം കാണിക്കാം മതി. ഓക്കെ. ഇല്ലാത്ത പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രീം ആയിരിക്കും. ലൈറ്റ് അല്ല, കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ.
പിന്നെ ആ കുട്ടിയുടെ ഇയാളെ കാണിക്കാൻ പറ്റുമോ? കാണിക്കണം. കുറെ നേരമായി. ഞാൻ പറഞ്ഞ ലക്ഷ്യമായിരിക്കുന്നു. പിന്നെ എന്താ ലൈറ്റ് എല്ലാം നീ തെച്ചിരിക്കുന്നു. ഞാൻ തെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിരിക്കണ ഞാൻ ഈ മോശം കാണിക്കാൻ തന്നെ മരിക്കണം. നിന്റെ ഭാഗ്യമാണ്. നിന്റെ ഈ സായിബാവുള്ള ഫേസ് ഇല്ലേ, അത് എന്നൊരു ട്രാജഡി. ഈ കൂടല്ലേ അവരുടെ തമാശ. താങ്ക് യു.